മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ആ യോഗം പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ ആ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് ചില കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. കേരള മുഖ്യമന്ത്രി അല്പസമയത്തിന് ഉടൻ തന്നെ ഈ യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകും. അത് നാളെയിലേക്ക് നീളില്ല എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എപ്പോൾ പക്ഷേ തീരുമാനം വരും എന്ന കാര്യം മാത്രം നമുക്ക് അറിയുന്നില്ല. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, സണ്ണി ജോസഫ് എന്നിവർ അടങ്ങുന്ന ചർച്ച അവിടെ പുരോഗമിക്കുന്നു. രാഹുൽ ഗാന്ധിയുണ്ട്, ദീപാദാസ് മുൻഷിയുണ്ട്, മുകുൾ വാസ്നിക്കുണ്ട്, അജയ് മാക്കൻ, ഇവിടെ കേരളത്തിൽ വന്ന നിരീക്ഷകരടക്കം അങ്ങനെ കേരളത്തിന്റെ കാര്യം തീരുമാനിക്കാനുള്ള യോഗം അവിടെ പുരോഗമിക്കുകയാണ്. യോഗത്തിൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചു എന്നത് മാത്രമേ നമുക്കറിയൂ. അതിനോട് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഏത് രീതിയിൽ പ്രതികരിക്കുന്ന കാര്യം അറിയില്ല. ഇനി കെ.സി. മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ വരാൻ പോകുന്ന ബൈ ഇലക്ഷനുകൾ എങ്ങനെ നേരിടും എന്നതിനപ്പുറം കെ.സി. മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ബാക്കി പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ ഏത് രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യും, കെ.സി. മുഖ്യമന്ത്രിയാകുന്ന ക്യാബിനറ്റിലേക്ക് വി.ഡി. ഇരിക്കാൻ തയ്യാറാകുമോ, വി.ഡി. ഇരിക്കുന്നില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എത്രത്തോളമായിരിക്കും തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അതിന്റെ ബാക്കിലുണ്ട്. ഇനി ഓരോരോ ആളുകൾ മുഖ്യമന്ത്രിയാവുകയാണെങ്കിലും സമാനമായ ചോദ്യങ്ങൾ തന്നെ അവിടെ നിലനിൽക്കുന്നുമുണ്ട്. അല്പസമയത്തിനകം ആ തീരുമാനം എന്തായാലും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നതും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ ചേർന്നു. ബൽറാം, എന്തായാലും ഇന്ന് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെ പല പ്രധാനപ്പെട്ട സോഴ്സുകളും പറയുന്നുണ്ട്. അപ്പോൾ ചർച്ച ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായി പുരോഗമിക്കുന്നുണ്ടോ ബൽറാം? ഹഷ്മി, മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അത് ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഈ യോഗത്തിനായി ഇറങ്ങുന്നതിന് മുമ്പ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, ഒരു ധാരണയിലേക്ക് എത്തണം എന്ന് ഉറപ്പിച്ചാണ് ഇത്തരത്തിലൊരു യോഗം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്നത്തെ യോഗത്തിൽ ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടവർ എല്ലാം തന്നെ ഒന്നിച്ചു നിന്നാണ് ഒരു മുറിയിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നിച്ച് ഇരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് നിർണായകവും. അതിൽ ഏറ്റവും ശ്രദ്ധേയം 1 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കെ.സി. വേണുഗോപാലിന്റെ പേര് ഒരു നിർദ്ദേശമായി ഹൈക്കമാൻഡ് ഈ യോഗത്തിന് മുന്നിൽ വയ്ക്കും എന്ന് തീരുമാനിച്ചിരുന്നു. അതിൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ യോഗത്തിൽ പുരോഗമിക്കുകയാണ്. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കൊപ്പം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ നിലപാടുകൾ ഈ ഒരു യോഗത്തിന് മുന്നിൽ അറിയിക്കും. ഒപ്പം തന്നെ ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ അദ്ദേഹം തന്നെയാണ് അധ്യക്ഷത വഹിക്കുന്നത് എങ്കിൽ രാഹുൽ ഗാന്ധിയും കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും കേരളത്തിലേക്ക് എത്തിയ നിരീക്ഷകർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം തന്നെ നിലപാട്, ഒപ്പം തന്നെ നിരീക്ഷകരെ ഈ കേരളത്തിൽ എത്തി അവർ സംസാരിക്കുന്ന ഘട്ടത്തിൽ വിവിധ MLA മാർ അറിയിച്ച നിലപാടുകൾ ഇതെല്ലാം തന്നെ യോഗത്തിന് മുന്നിൽ വരും എന്ന് ഉറപ്പാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു ആകെത്തുകയായിട്ടായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക. അത് തന്നെ ഒരു സമവായത്തിലൂടെ ഒരു തീരുമാനം എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. തർക്കങ്ങൾ അതിരുവിട്ട് പോകുന്നതിലുള്ള കടുത്ത അതൃപ്തി നേരത്തെ തന്നെ നേതാക്കളെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ യോഗത്തിൽ പൊതുവികാരം അടക്കമുള്ളവ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഫോർമുല രൂപീകരിക്കാനായിരിക്കും ഹൈക്കമാൻഡ് ശ്രമിക്കുക. ഹഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നേതാവിനെ തിരഞ്ഞെടുത്താൽ മറ്റ് 2 പേർ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം, അവർക്ക് എന്ത് പദവി നൽകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയ്ക്ക് വിധേയമാകുമെന്ന് ഉറപ്പാണ്. എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഫോർമുല രൂപീകരിച്ച് മാത്രമേ ഈ യോഗത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയൂ. അല്ലാത്തിടത്തോളം അത് സംസ്ഥാനത്ത് നേടിയ വലിയ വിജയത്തിൻ്റെ മതിപ്പ് കെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കും എന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ മറ്റൊരാൾ മുഖ്യമന്ത്രിയായാൽ പിന്നീട് ആ മന്ത്രിസഭയിലേക്ക് താനില്ല എന്ന ഒരു നിലപാട് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും എടുത്തതായി ഇരുവരുടെയും ക്യാമ്പുകൾ ഇതിനകം തന്നെ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു കടുത്ത തീരുമാനം ഇരു നേതാക്കളും എടുത്തെങ്കിൽ അത് ഈ ചർച്ചകൾ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ്. അത് സംസ്ഥാനത്ത് തുടർന്ന് ഭരണം ലഭിച്ചു എങ്കിൽ പോലും അതിൻ്റെ നിറങ്ങെടുത്തുകയും ഒപ്പം തന്നെ തുടർന്നും വലിയ രാഷ്ട്രീയ തർക്കങ്ങളിലേക്ക്, വിവാദങ്ങളിലേക്ക് അത് അടുത്ത സർക്കാരിനെ ഉൾപ്പെടെ കൊണ്ട് ചെന്നെത്തിക്കും. പാർട്ടിയിലും അത് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, അർഹമായ ഫോർമുല എന്താണെന്ന് ഇപ്പോഴും ആർക്കും ധാരണയില്ല. എന്താണ് ഫോർമുല നമുക്ക് തന്നെ ആലോചിച്ചാൽ ഒരു എത്തുപിടിയും കിട്ടില്ല. എന്താണ് ഹൈക്കമാൻഡ് എത്തിച്ചേരാനുള്ള ഫോർമുല? ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുക എന്ന താല്പര്യം ഹൈക്കമാൻഡ് ആ യോഗത്തിൽ മുന്നോട്ടേക്ക് വെച്ചാൽ ഈ നേതാക്കൾ അനുനയിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അത് പൊട്ടിത്തെറിയിലേക്കും പിന്നീട് നമ്മൾ ഈ പോയ ദിവസങ്ങളിൽ കണ്ട കലാപത്തിനേക്കാൾ വലിയ കലാപങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോവില്ലേ? എന്തായാലും ഹൈക്കമാൻഡ് ഏത് തീരുമാനമാണെങ്കിലും ഉണ്ടാവാനിടയുള്ള ഒരു പ്രതിഷേധം കണക്കിലെടുത്താണെങ്കിലും അല്ലെങ്കിലും ഒരു തീരുമാനം അത് പ്രഖ്യാപിക്കൽ ഒരു നേതൃത്വത്തിന്റെ ഗുണം കൂടിയാണ്. അതും ഹൈക്കമാൻഡ് പ്രകടമാക്കേണ്ടതുണ്ട് ബൽറാം, അതാരാണെങ്കിലും.
ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ അനുനയത്തിനില്ല എന്ന നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന മൂന്ന് നേതാക്കളും ഹൈക്കമാൻഡ് കെ.സി. വേണുഗോപാലിന്റെ പേര് യോഗത്തിൽ നിർദ്ദേശിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ പിന്നോട്ടില്ല എന്നാണ് VD-യുടെയും RC-യുടെയും നിലപാട്. എന്ന് പറഞ്ഞാൽ പിന്നോട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദവി അല്ലെങ്കിൽ ക്യാബിനറ്റിലേക്കില്ല എന്ന നിലപാട് VD സതീശൻ സ്വീകരിക്കുന്നു. സമാനമായ നിലപാട് തന്നെ RC-യും സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഫോർമുലയാണ്, അനുനയ നീക്കമാണ് അവിടെ മുന്നോട്ടേക്ക് നീങ്ങാമെന്നറിയില്ല. ഈ ഒരുപക്ഷെ സമവായത്തിനായി വിളിച്ച ആ യോഗത്തിൽ ഹൈക്കമാൻഡ് യോഗം ഒടുവിൽ പൊട്ടിത്തെറിയിലേക്കാണോ കാര്യങ്ങൾ എത്തുക? നമ്മൾ പോയ ദിവസങ്ങളിൽ കേരളം കണ്ടതിനേക്കാൾ കൂടുതൽ സമര സാഹചര്യത്തിലേക്ക് തെരുവുകൾ മാറുമോ ഈ രാത്രി അടക്കം എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ തീരുമാനത്തിലേക്ക് എത്തുന്ന ചർച്ചകൾ എന്താണ് എന്നതിനെപ്പറ്റി ഏതെങ്കിലും തരത്തിൽ ധാരണയില്ല. ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനമല്ലാത്ത നിർദ്ദേശം അംഗീകരിക്കില്ല എന്ന് VD സതീശൻ പക്ഷം വ്യക്തമാക്കുന്നുണ്ട്. തീരുമാനം പ്രതികൂലമെങ്കിൽ തീരുമാനം കടുത്തതായിരിക്കുമെന്ന് RC-യും പറയുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ കൂടുതൽ MLA-മാരുടെ പിന്തുണ എന്ന ഉപാധിയിൽ പിടിച്ച് മുഖ്യമന്ത്രിയാണെന്ന ആവശ്യം ആ യോഗത്തിൽ മുന്നോട്ടേക്ക് വെക്കുന്നു. ഹൈക്കമാൻഡാണ് അന്തിമമായി തീരുമാനമെടുക്കുക എന്ന് പറയുമ്പോൾ പോലും മൂന്ന് നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളാണ്. മൂന്നുപേരെയും വിശ്വാസത്തിലെടുക്കാതെ ഒരു തീരുമാനത്തിലേക്ക് ഏകപക്ഷീയമായി ഹൈക്കമാൻഡ് പോകാനും കഴിയില്ല. ബൽറാം, ആ ചർച്ചയുടെ ഗതി എങ്ങനെയാണ് എന്നറിയാൻ കഴിയുന്നുണ്ടോ? ചർച്ച തുടങ്ങി 1 മണിക്കൂറും 11 മിനിറ്റും ആവുന്നു. ബൽറാം. ഹാഷ്മി, ചർച്ച ആരംഭിച്ച് 1.25 മണിക്കൂറോളമായിരിക്കുന്നു. ഇതുവരെയും ചർച്ചയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും കെ.സി. വേണുഗോപാലിന്റെ പേര് മുന്നോട്ട് വച്ചിരിക്കുന്നു. അതിൽ മറ്റ് നേതാക്കൾ തങ്ങളുടെ നിലപാടുകൾ ഇതിനകം തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തങ്ങളുടെ അവകാശവാദത്തിൽ നിന്നും പിന്മാറാൻ VD സതീശനും രമേശ് ചെന്നിത്തലയും ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. തുടർന്ന് ഈ ചർച്ചകൾ കൂടുതൽ സങ്കീർണമായ ചർച്ചകളിലേക്ക് കടക്കും, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തുടർന്നായിരിക്കും എല്ലാവർക്കും അംഗീകരിക്കപ്പെടുന്ന ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുക. ഈ ഒരു ചർച്ചയിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടക്കുന്ന ചർച്ചകളിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ മാത്രമായിരിക്കും സോണിയാഗാന്ധിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുക എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ അവിടെ നിന്നും ഇതുവരെ യാതൊരു അറിയിപ്പ്, ഈ തീരുമാനം പ്രഖ്യാപിക്കുന്ന വാർത്താ സമ്മേളനത്തിൻ്റെയോ വാർത്താക്കുറിപ്പായോ യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും ഇതുവരെയും വന്നിട്ടില്ല. സാധാരണ നിലയിൽ ഇത്തരത്തിൽ സങ്കീർണമായ നീണ്ടുപോകുന്ന ചർച്ചകൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ഈ ഒന്നിലേറെ പേർ അവകാശവാദവുമായി രംഗത്തെത്തുന്ന പശ്ചാത്തലത്തിൽ എല്ലാവരെയും ഇരുത്തിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിലൂടെ തീരുമാനം ഒറ്റക്കെട്ടായി തങ്ങളെ തീരുമാനത്തിന് ശേഷമാണല്ലോ ബൽറാം. പക്ഷേ എല്ലാവരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സമയ ഫോർമുല എന്താണെന്നാണ് നമുക്ക് ഒരു വിദൂരമായ ആലോചനയിൽ പോലും തോന്നുന്നത് ബൽറാം. എല്ലാവരും തൃപ്തിപ്പെടുന്ന, എന്തായാലും മുഖ്യമന്ത്രി കസേര ഒറ്റ കസേരയേ ഉള്ളൂ. ഇപ്പം നമ്മൾ പലരും കമന്റ് ബോക്സിൽ പറയുന്ന പോലെ മുഖ്യമന്ത്രി കസേര മുഖ്യമന്ത്രി ബെഞ്ചാക്കാൻ പറ്റില്ല, 3 പേർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ പറ്റില്ല, 2 ഉപമുഖ്യമന്ത്രി എന്ന പദവിയൊന്നും ആരും വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് എല്ലാവരെയും ഹാപ്പിയാക്കുന്ന ഒരു ഫോർമുല ബൽറാം? ഹഷ്മി, അത്തരത്തിലൊരു ഫോർമുല ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുവരെയും. എന്നാൽ ഒരു ഭാഗികമായെങ്കിലും ഈ നേതാക്കൾ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ടേം വ്യവസ്ഥയോ ഉപമുഖ്യമന്ത്രി പദമോ അത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശവും ഇതുവരെയും അംഗീകരിക്കാൻ മറ്റ് 2 നേതാക്കൾ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ എല്ലാവരും അല്ലെങ്കിൽ ഈ 3 പേരും അംഗീകരിക്കുന്ന, എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അത് പൂർണ്ണമായും ഉണ്ടാകില്ല എന്ന് ഉറപ്പാണെങ്കിൽ പോലും ഒരു പരിധിവരെ ഈ നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന, അവരുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു തീരുമാനത്തിലേക്ക്, ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അത് മറ്റ് പദവികൾ, മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ മറ്റ് നൽകുന്ന വകുപ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ കാര്യത്തിൽ മികച്ച വകുപ്പുകൾ തന്നെ നൽകാം എന്ന് തുടങ്ങിയ ഉറപ്പുകൾ ഉൾപ്പെടെയുള്ള ധാരണയിലേക്കായിരിക്കും ചർച്ചകൾ നീങ്ങുന്നത്. എങ്കിൽ പോലും ഇതുവരെയും ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. ഒരു തീരുമാനം എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകണം എന്ന ഒരു നിശ്ചയിച്ചുറപ്പിച്ചാണ് നേതാക്കൾ എത്തിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ആ തീരുമാനം, കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായുള്ള ചർച്ചകളാണ് ഈ ഒരു ഘട്ടത്തിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.